ഒരു കുട്ടി അവൻ്റെ പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ കുടുംബങ്ങൾ വന്നിട്ട് പറഞ്ഞു, മോനെ വേഗം നീ അങ്ങാടി പോയിട്ട് എന്ത് ചെയ്യണം, മരുന്ന് വാങ്ങിക്കൊണ്ടിരണം. അവൻ മരുന്നിന് വേണ്ടിയാണ് അങ്ങാടിയിൽ വരുന്നത്. പക്ഷെ മരുന്നിന് വേണ്ടി വന്ന കുട്ടി അങ്ങാടിയിൽ വന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ബസ് ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ഒരു പാമ്പാട്ടി ഒരു പാമ്പിനെ കൊണ്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായി, ആളുകളൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഈ കുട്ടിയും ആളുകളെ തിക്കി തിരക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ മറന്നു പോവുകയാണ് എന്തിനാണ് ഞാൻ ഈ അങ്ങാടിയിൽ വന്നത്, എൻ്റെ ഉമ്മ അവിടെ അത്യാസന്ന അവസ്ഥയിൽ കിടക്കുകയാണ്, ഞാൻ മരുന്ന് വാങ്ങാൻ വന്നതാണ്, ഈ അങ്ങാടിയിൽ പലതും ഉണ്ടാവും, അതൊക്കെ നോക്കി നടക്കേണ്ട ആളല്ല ഞാൻ വന്ന ലക്ഷ്യം എന്ത് ചെയ്യണം, ഞാൻ മരുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള ലക്ഷ്യം അവൻ മറന്നു പോവാണ്. അതേപോലെ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കുറേ കാലം ജീവിക്കുക, എന്നിട്ട് ഇവിടെ കുറേ ഹരാക്കുക, അത് മരിച്ചു പോകുക എന്നുള്ളതല്ല. മറിച്ച് ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. പരീക്ഷണത്തിന് ശേഷം രണ്ടാമത് ജീവിതമുണ്ട്. അവിടെ ജീവിക്കാനുള്ള പാഥേയം ഇവിടുന്ന് ഒരുക്കി പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വിസ്മരിക്കപ്പെടുന്നു. ഇങ്ങനത്തെ ദുരന്തങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുമ്പോഴെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയും അവൻ്റെ നിസ്സഹായം, എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ നിസ്സഹായനാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വിമാനാപകട ദുരന്തമാണെങ്കിലും ഈ മഴക്കാലത്തുണ്ടാകുന്ന കെടുതികളാണെങ്കിലും എല്ലാം അതുതന്നെയാണ്.